ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത് ജന സർവീസ് ആയിട്ടൊക്കെ ചെയ്യണം. ഫുള്ളായിട്ടും എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗമായിട്ട് നമ്മൾ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാക്കിലൊരു ബ്രേക്കിലൊരു കംപ്ലൈൻറ്റ് പറയുകയായിരുന്നു. ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്. ബാക്കിൽ ബ്രേക്ക് കിടക്കുന്ന ബ്രേക്ക് ഷൂ കമ്പനി ബ്രേക്ക് ഷൂ ഒന്നല്ല കേട്ടോ. ഒരു ASK ഒരു കുറഞ്ഞ കമ്പനിയുടെ ബ്രേക്ക് ഷൂ ആണ്. അതുപോലെ ഫ്രണ്ടിലും ഈ മോഡലിൽ ബ്രേക്ക് ഷൂ ആണ് കിടക്കുന്നത്. ശരിക്കും ഈ മോഡലല്ല ഈ സ്പോട്ട് ടൈപ്പിൽ വരുന്നത്. അതുകൊണ്ട് ഈ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ചതഞ്ഞ ബ്രേക്ക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്കിലും ഫ്രണ്ടിലും ബ്രേക്ക് ഷൂ മാറ്റിയിടണം. അതുപോലെ തന്നെ ബാക്കിൽ ഈ ബ്രേക്കിൻ്റെ കേബിളും അതും ഔട്ട് വലിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ ബ്രേക്ക് കേബിളും ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് ഷൂ നമുക്ക് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ക്ലച്ചിനുള്ളതൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലച്ച് ഷാഫ്റ്റിലേക്ക് ടൈറ്റ് ചെയ്യുന്ന നെറ്റാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് അല്ല അത് വരുന്നത്. ഈ നെറ്റ് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അത്രയും ലെങ്ത്ത് വരില്ല. അത് ഇട്ടത് കൊണ്ടാണ് ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ ടച്ചായിട്ട് ഉണ്ടാവും. ഇവിടെ ഉറങ്ങിയിട്ട് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാകുന്നു ക്ലച്ചിൻ്റെ ഉള്ളിൽ. അല്ലാതെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ നെറ്റൊന്ന് മാറ്റിയിടണം. അതൊക്കെ പിന്നെ എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്സും കിടക്കുന്നത് കുറഞ്ഞ കമ്പനിയുടെ ബ്രേക്സാണ്. അതാണ് നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്സും മാറ്റണം. ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകളൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലെ ഈ ലിങ്ക് ബുഷുകൾ കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഒരു സൗണ്ട് ഗട്ടറൊക്കെ ആകുമ്പോൾ നല്ല സൗണ്ടുണ്ട്. ഇത് ഈ രണ്ട് ലിങ്ക് ബുഷും മാറ്റണം. പിന്നെ ഷോക്കപ്പിൻ്റെ ബുഷ് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ നിന്ന് വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഫ്രണ്ട് ഗട്ടറൊക്കെ ആകുമ്പോൾ വേറൊരു സൗണ്ടിൻ്റെ വേരിയേഷൻ ഉണ്ടാകും. അത് ഈ ഹാൻഡിൽ കവറിൻ്റെ കംപ്ലൈൻറ്റാണ്. ഇവിടെയൊക്കെ പൊട്ടിയിട്ട് എന്തൊക്കെ കുറേ ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇവിടെ തന്നെ അതിന് കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഈ ഹാൻഡിൽ കവറും മാറ്റിക്കളയേണ്ടി വരും. അതാണ് ആ ഫ്രണ്ടിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറ്റിക്കിടും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് SF സോണിക്ക് വേണ്ടിയുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ അതിൻ്റെ വോൾട്ടും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.62 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി വല്ല ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ തീരെ ലെവൽ കാണിച്ചിരുന്നില്ല. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് എന്തായാലും എഞ്ചിൻ ഓയിൽ മാറണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവ് കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ പൊല്യൂഷൻ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പൊല്യൂഷൻ നമുക്ക് 2024 ഏപ്രിലിൽ തീർന്ന് കിടക്കുകയാണ്. അപ്പോൾ പൊല്യൂഷനും കൂടി എടുക്കാം കേട്ടോ. ഇതിലൂടെ നമുക്ക് ആ പൊല്യൂഷനും കൂടി എടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ആ ഹാൻഡിൽ കവർ അടക്കം ഈ കവർ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.